ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കേൾക്കാൻ ഒട്ടും സുഖകരമായിട്ടുള്ള വാർത്തകളല്ല രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് പ്രണയപ്പക മൂത്ത ഒരുത്തൻ മുൻകാമുകിയുടെ വീട്ടിൽ കയറി അവളുടെ അച്ഛനെയും സഹോദരനെയും കത്തിക്കൊണ്ട് കുത്തുന്നു. കുത്തേറ്റ് സഹോദരൻ മരിക്കുന്നു. അച്ഛൻ ഹോസ്പിറ്റലിലാവുന്നു. ഈ കുത്തിയവൻ നേരെ ചെന്ന് ട്രെയിനിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടി അവനും ചാവുന്നു. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരണപ്പെട്ട പയ്യന്റെ പേര് ഫെബിൻ ജോർജ് എന്നാണ്. കൊന്നവന്റെ പേര് തേജസ് രാജ് എന്നാണ്. ഇവർക്കിടയിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഞാൻ വിശദീകരിക്കാം. അതിനു മുൻപായിട്ട് ഇന്നലെ നടന്നിട്ടുള്ള ആ ഒരു സംഭവത്തെ കുറിച്ച് ദൃക്സാക്ഷിയായിട്ടുള്ള മരണപ്പെട്ടു പോയ ഫെബിൻ ജോർജിന്റെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ അമ്മ പറയുന്ന ചില സംഭവങ്ങളുണ്ട്. അവർ മകൻ മരിച്ചു എന്ന് അറിയുന്നതിന് മുൻപ് ഹോസ്പിറ്റലിൽ വെച്ച് മറ്റാരോട് സംസാരിക്കുന്ന സംഭവം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് അമ്മ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ബൈക്കിൽ വന്നവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നതല്ലാതെ ആരും ഒന്നും ഇറങ്ങി വന്നില്ല. അപ്പോഴത്തേക്കും വെള്ളം പോലെ ഒഴുകി അവർ ഓടി വന്ന് വീണ്. അപ്പൊ ജോലി പറഞ്ഞു എനിക്കും കുത്തുണ്ടെന്ന്. ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവന്നപ്പോൾ നല്ല അവരെ അനക്കൊന്നും ഇല്ലായിരുന്നു. എന്റെ കൊച്ചിന് മകൻ പറ്റുമോന്ന് എനിക്ക് തോന്നുന്നു. ചെറുക്കനാ അവൻ കൂസലില്ലാതെ നടന്നങ്ങ് പോയി. അപ്പോഴത്തേക്ക് അപ്പൊ വീണ് അവൻ നടന്നു പോയപ്പോഴത്തേക്ക് അവൻ കുറച്ച് രണ്ട് ബൈക്കാരന്മാർക്ക് പറഞ്ഞപ്പോ അവരെല്ലാരും സ്വയരക്ഷയല്ലേ നോക്കത്തുള്ളൂ. അപ്പോഴും ആലോചിച്ച് അകത്താത് എന്ത് പറഞ്ഞ വീട്ടിൽ വന്നേ ഒന്നും അവർ സംസാരിച്ചില്ല. കോളിംഗ് ബെൽ അടിച്ചു. ഇതേപോലെ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഞങ്ങൾ തുറന്ന് അങ്ങനെ പട്ടിയെ തുറന്ന് വിട്ടേ എപ്പോഴും. പക്ഷെ അപ്പോഴെന്തോ എൻ്റെ കസിൻ വന്നുകൊണ്ട് ഞങ്ങൾ കൂട്ടിൻ്റെ അകത്താക്കിയതാണ്. അന്നേരം പിന്നെ കോളിംഗ് ബെൽ അടിച്ചിട്ട് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഥ തുറന്നു. നമ്മൾ പറഞ്ഞിട്ടാന്ന് ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചു. ഞാൻ അകത്തിരിക്കുമായിരുന്നു. അന്നേരം കാണാൻ ഇയാൾ ചാടി അകത്തോട്ടങ്ങ് കയറുക. ഇയാളാന്ന് പറഞ്ഞാൽ മുഖം കണ്ടോണ്ടാ എനിക്ക് പിന്നെ ഇയാളെന്ന് കയറുന്നു. അന്നേരം ഇയാൾ എന്തോ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു. പെട്രോൾ എന്തോ സ്മെല്ലുണ്ടായിരുന്നു. പെട്രോൾ എന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവൻ ചാടി കഴിയുമ്പോൾ എൻ്റെ മോൻ ഓടി വന്ന് ഇച്ചിരി ആടിച്ചിരി എൻ്റെ മോന് വല്ലതും പറ്റിയോ? അവനെ കൊണ്ടുവന്നപ്പോഴും അനക്കൊന്നും ഇല്ലായിരുന്നു. ഇത്രയും പേരെയൊക്കെ കാണുന്നു. വളരെ വിഷമകരമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്നത്. സ്വന്തം മകൻ മരിക്കുന്നത് ഒരു അമ്മ കൺമുമ്പിൽ വെച്ച് കാണുകയാണ്. രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നത്, ഒഴുകി പോകുന്നതിനെ കുറിച്ചൊക്കെ അമ്മ പറയുമ്പോൾ നമുക്ക് എത്ര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അതിൽ അമ്മ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു കൂസലില്ലാതെയാണ് തേജസ് രാജ് നടന്നു പോകുന്നതെന്ന്. ഒരുത്തനെ കൊല്ലാൻ പ്ലാൻ ചെയ്ത് വരുന്നു, കൊല്ലുന്നു. ഈ കൂസലില്ലാണ്ട് നടന്നു പോകും അതിനിടയിൽ എന്ന് പറയുമ്പോൾ ആ ഒരു മാനസികാവസ്ഥ എന്താണ്? ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി മനുഷ്യനെ കൊല്ലാൻ പറ്റുന്നത് എങ്ങനെയാണ്? അത്രയുള്ള ഒരു മനുഷ്യന്റെ ജീവന് വില എന്ന് നമ്മൾ ഈയിടെയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിൽ ഈ പ്രണയപ്പക എന്ന് പറയുന്നതിന്റെ എണ്ണം അത്രയേറെ കൂടിയിട്ടുണ്ട്. എത്രയോ വാർത്തകൾ സംഭവിക്കുന്നുണ്ട്. പ്രണയപ്പക പറഞ്ഞ് പെൺകുട്ടികളെ കൊല്ലുന്നു, ആസിഡ് ഒഴിക്കുന്നു, കുത്തുന്നു, പെൺകുട്ടികളുടെ വീട്ടിൽ കയറി ആക്രമിച്ച് അച്ഛനെയും സഹോദരനെയും ഉപദ്രവിക്കുന്നു. അപ്പൊ അവിടെയൊക്കെ അതിൽ മാത്രമൊന്നല്ല, ഈ ഒരു വർഷം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മൊത്തം നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. കൊലപാതകം എന്ന് പറയുന്ന സംഭവം, ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്ന സംഭവം, അത് കുത്തിയും പരുക്കേൽപ്പിച്ചും ജീവൻ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്ന സംഭവം വളരെ ലാഘവത്തോടെയാണ് യുവാക്കൾ ചെയ്യുന്നത്. ഇത് യുവാക്കളുടെ എണ്ണമാണ് ഇതിൽ വളരെ കൂടുതലായിട്ട് വരുന്നത്. ഇത്രയ്ക്കധികം പഠിപ്പും വിവരവുമുള്ള യുവാക്കളാണ് ഇതുപോലെ കൊലപാതകങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത്രയേറെ ലാഘവത്തോടെ മനുഷ്യന്റെ ജീവൻ എടുക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ യുവാക്കൾക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. ഏതു തരം പകയാണെങ്കിലും ഇത്രയ്ക്കധികം യുവാക്കൾ അത് ഇങ്ങനെ ഈ പറയുന്ന കൊലപാതകങ്ങൾ ഏറ്റെടുത്ത് ഒരു കൊലപാതക പരമ്പര ഉണ്ടാക്കുന്നെങ്കിൽ അതിന് പുറകിൽ ഒരു മാനസികാവസ്ഥ വരുന്നെങ്കിൽ ആ ഒരു കാരണത്തെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. പ്രണയപ്പക മാത്രമാണോ? അതിനപ്പുറത്തേക്ക് വല്ല ഈ പറയുന്ന പോലെ വയലൻസ് ഒക്കെ നിറഞ്ഞ ഗെയിമുകളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിന് കാരണമാകുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം കൂടി നടത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇതിനകത്ത് ഫെബിൻ ജോർജിന്റെ അമ്മ പറയുന്നുണ്ട്,
ഈ പറയുന്ന കക്ഷിയുടെ തേജസിന്റെ കയ്യിൽ പെട്രോൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും തേജസ് വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലുകയാണ്. ഡോർ തുറക്കുമ്പോഴേക്കും ആക്രമണം നടത്തുവാണ്. അപ്പൊ കയ്യിൽ പെട്രോൾ സൂക്ഷിക്കുന്നുണ്ട്, കത്തിയുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. കൊല്ലുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് തേജസിന് അവിടെ ഉണ്ടായിരുന്നെന്നുള്ളത് ഇതൊക്കെ വ്യക്തമാണ്. വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. പക്ഷെ ക്ലാരിറ്റി കിട്ടാത്ത കാര്യം തേജസിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അച്ഛനും മരണപ്പെട്ട സഹോദരനുമായിരുന്നോ അതോ മുൻ കാമുകിയായിരുന്നോ എന്നുള്ള കാര്യത്തിലാണ് ക്ലാരിറ്റി നമുക്ക് ഇതുവരേക്കും കിട്ടാത്തതും ക്ലാരിറ്റി വേണ്ടതും. പക്ഷെ അത് നമുക്ക് ചോദിക്കേണ്ട തേജസ് രാജ് പോയി ചത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ചോദിക്കാനുള്ള വേറെ വ്യക്തികളൊന്നും കൺമുമ്പിൽ കാണുന്നില്ല. അപ്പം പ്രാഥമിക തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത് തേജസ് രാജ് അച്ഛനെയും സഹോദരനെയും കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്നു എന്നാണ്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്താന്നുള്ളത് തേജസ് രാജിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പൊ ഈ തേജസ് രാജിന്റെയും ഫെബിൻ ജോർജിന്റെയും ആ ഒരു കണക്ഷനെ കുറിച്ച് ഞാൻ പറയാം. ഈ ഫെബിൻ ജോർജിന്റെ സഹോദരിയും തേജസ് രാജും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. രണ്ടുപേരും തമ്മിൽ സൗഹൃദം സംഭവിക്കുന്നു. ആ സൗഹൃദം പ്രണയത്തിലേക്ക് എത്തുന്നു. രണ്ട് വീട്ടുകാർക്കും പ്രണയബന്ധം അറിയാമായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ തേജസ് രാജിന് പോലീസ് സെലക്ഷൻ കിട്ടുന്നു. പക്ഷെ ഫിറ്റ്നസ് ട്രെയിനിങ്ങിനിടയ്ക്ക് പുള്ളിക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുന്നു. അങ്ങനെ ജോലി ഇല്ലാത്തതിന്റെ പേരിൽ ഫെബിന്റെ സഹോദരി തേജസിനെ ഒഴിവാക്കി എന്നാണ് പറയുന്നത്. വേറെ വല്ല കാരണങ്ങളും ഉണ്ടോ എന്നും നമുക്കറിയില്ല. ഇങ്ങനെ സൈക്കോ ആയിട്ടുള്ള ഇത്രയ്ക്ക് വയലൻസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തേജസിന്റെ ഒരു പശ്ചാത്തലം അനുസരിച്ച് അയാൾക്ക് മറ്റു പല സ്വഭാവ വൈകല്യങ്ങളും ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ആ പെൺകുട്ടി ആ റിലേഷൻ വേണ്ടെന്ന് വെച്ചതാണ് എനിക്ക് തോന്നുന്നത്. ക്ലാരിറ്റി ഇല്ല. അപ്പൊ അത് അവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. എന്തായാലും ആ പെൺകുട്ടി ബന്ധം വേണ്ടെന്ന് വെച്ചു. തുടർന്ന് തേജസ് പെൺകുട്ടിയുടെ പിറകെ നിരന്തരമായിട്ട് നടക്കുന്നു. പെൺകുട്ടി വീട്ടിൽ പരാതിപ്പെടുന്നു. വീട്ടുകാർ ഇതിൽ ഇടപെടുന്നു. അങ്ങനെ നമ്മുടെ തേജസിന് വൈരാഗ്യം വന്നു. പകമൂത്തു കൊല്ലാമെന്ന് തീരുമാനമെടുത്തു എന്നാണ് പോലീസിന്റെ നിഗമനം. ഏതായാലും ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മുടെ ചുറ്റുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പകമൂത്തുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ഈ പകമൂത്ത സംഭവങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും പെൺകുട്ടികളാണ് ഇവിടെ ആക്രമിക്കപ്പെടുന്നതെല്ലാം. ഏറ്റവും അധികം പെൺകുട്ടികളാണ് ആക്രമിക്കപ്പെടുന്നത്. വളരെ നല്ല രീതിക്ക് തുടങ്ങിയിട്ടുള്ള ഒരു പ്രണയം കുറച്ചു കാലം കഴിയുമ്പോൾ മുൻപോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് പറയുന്ന പെൺകുട്ടികളാണ് ഇവിടെ കൂടുതലായിട്ടും ഇത്തരം പ്രണയപ്പകകൾക്ക് ഇരയായിട്ട് മാറുന്നത്. അപ്പൊ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുരുഷന്മാർ പെൺകുട്ടികളോട് പ്രണയം പറയുന്നു. ഇരുവർക്കിടയിൽ പ്രണയം സംഭവിക്കുന്നു. ആ പ്രണയം മുൻപോട്ട് പോകും തോറും പുരുഷൻ അവന്റെ താല്പര്യത്തിനനുസരിച്ച് അവന്റെ ഇംഗിതത്തിനനുസരിച്ച് ആ പെൺകുട്ടിയെ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പൊ ആദ്യം പെൺകുട്ടികൾ ഇതൊന്നും തിരിച്ചറിയില്ല. പക്ഷെ ഈ പുരുഷന്മാർ എന്ത് ചെയ്യും? അതൊക്കെ അവന്റെ സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് സ്വയം പറഞ്ഞ് അവരോധിക്കാൻ ശ്രമിക്കും. അതിൽ പെൺകുട്ടികൾ ആദ്യമൊക്കെ കൺവിൻസിങ് ആവും. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഇത് ബുദ്ധിമുട്ടാണ്, ഇവർക്ക് പറ്റിയ പരിപാടിയല്ല. ഈ ഒരു ബന്ധം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ ഈ ഒരു ബന്ധം വർക്ക് ആവില്ല എന്നുള്ളൊരു ബോധ്യം വരും. അപ്പൊ പെൺകുട്ടികൾ പതുക്കെ ബാക്കോട്ട് അടിക്കാൻ തുടങ്ങും. അവർ ഈ ബന്ധം വേണ്ടെന്ന് പറയും. ഇത് ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പരാജയ ബോധം ഉണ്ടാക്കും. പരാജയ ബോധമുണ്ടായ പുരുഷന്മാർ എന്ത് ചെയ്യും? അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക എന്നുള്ള പിടിവാശി പുറത്ത് പെൺകുട്ടികളെ സ്റ്റോക്ക് ചെയ്ത് തുടങ്ങും. ഈ സ്റ്റോക്കിംഗ് പോയി പെൺകുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും. അതൊന്നും നടപടി ആവില്ല എന്ന് കാണുമ്പോൾ ഇവന്മാർക്ക് എങ്ങനെയും ജയിച്ച് കിട്ടിയാൽ മതി എന്നുള്ളൊരു ആവശ്യം വരും. എങ്ങനെയും ജയിക്കുക, ആ ജയം മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൊന്നിട്ടെങ്കിൽ കൊന്നിട്ട് എനിക്ക് ജയിക്കണം. എന്നെ വഞ്ചിച്ചു പോയവൾ അല്ലെങ്കിൽ എന്നെ പറ്റിച്ചിട്ട് പോയവൾ എന്നൊക്കെ ഇവർ വിചാരിക്കുന്ന ആ പെൺകുട്ടികളുടെ മുമ്പിൽ ജയിക്കാൻ ഒന്നെങ്കിൽ പെൺകുട്ടികളെ ഇല്ലായ്മ ചെയ്യുക. ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലായ്മ ചെയ്യുക. അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുടെ വീട്ടുകാരെ തകർക്കുക. ഏത് വിധേനയും ഈ പെൺകുട്ടികളെ മെന്റലി തകർത്തുകൊണ്ട് അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ അങ്ങ് പരാജയപ്പെടുത്തുന്നുള്ള ലക്ഷ്യം ഇവർക്ക് വരും. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രണയപ്പകകളൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ഈ പെൺകുട്ടികളുടെ മുമ്പിൽ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുവരുന്ന ഇത്തരം ആൺകുട്ടികള് എന്നാൽ പിന്നെ അവരെ കൊന്നിട്ടെങ്കിൽ കൊന്നിട്ട് എങ്ങനെയല്ല എനിക്ക് അവരുടെ മുമ്പിൽ ജയിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും. അതാണ് ഈ കാണുന്ന പ്രണയപ്പകയുടെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ആസദാക്രമണം, ഇതുപോലെയുള്ള കത്തിക്കുത്ത് കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ആക്ച്വലി എന്താണ് പ്രണയം എന്ന് കൂടി നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് പ്രണയം? പ്രണയം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾക്കിടയിൽ സംഭവിക്കേണ്ടതാണ്. ഇനിയിപ്പോ ഒരു വ്യക്തിക്കിടയിൽ സംഭവിക്കാം, അത് വൺ വേ റൂട്ടായിട്ട് സംഭവിക്കാം. പക്ഷെ ആ വൺ വേ റൂട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു മിതത്വം പാലിക്കണം. ഒരു വ്യക്തിയുടെ ലൈഫിൽ നിരന്തരമായിട്ട് പോയിട്ട് അയാൾ പോകുന്ന വഴിയെല്ലാം പോയി അയാളെ ആക്രമിച്ചുകൊണ്ട് കത്തിയെടുത്ത് കുത്തിക്കൊണ്ട് അയാളെ ഉപദ്രവിക്കുന്നതല്ല പ്രണയം എന്ന് പറയുന്നത്. അത് പ്രണയമല്ല, അവനവന്റെ ഉള്ളിലെ മാനസിക വൈകല്യമാണ്. ആ വൈകല്യത്തെ തൃപ്തിപ്പെടുത്താനും നിങ്ങൾക്ക് സ്വയം ജയിക്കാനുള്ള ത്വര വരുമ്പോൾ ആ ജയം കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നിങ്ങൾ ഈ ഒരു കത്തിക്കുത്തും കൊലപാതകങ്ങളും നടത്തുന്നത്.
വൺ വേ പ്രണയങ്ങളൊക്കെ ഒരുപാടുണ്ടായിരിക്കും. ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് അതിന് ഒരു തരത്തിലും ആവശ്യമില്ല എന്ന് ബോധ്യമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറി നിന്നിട്ടും അവരെ പ്രണയിക്കാം. അതൊന്നും ഒരു തെറ്റല്ല. പക്ഷെ അയാൾ പോകുന്ന വഴിയെ പോയിട്ട് അയാൾ പോകുന്ന എല്ലാ വഴികളിലും പോയി അയാളെ ആക്രമിക്കുന്നതല്ല ഒരു പ്രണയം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇതിൽ സൈക്കോളജിക്കലായിട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ളവർക്കാണ് ഇത്തരം പ്രണയപ്പൊക്കെ കൂടാനുള്ള ചാൻസ് ഉള്ളതെന്ന്. അവർക്കായിരിക്കും ഈ പറയുന്ന മാനസികമായിട്ടുള്ള ക്രമക്കേടുകൾ സംഭവിക്കുക. അവർക്കായിരിക്കും സ്വന്തമാക്കണം, ഇത് എന്റെയാണ്, എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റാർക്കും കിട്ടണ്ട എന്നുള്ളൊരു തോന്നലും, എങ്ങനെയെങ്കിലും അയാളെ കൊന്നിട്ടായാലും ശരി ആ ഒരു ജയം ഉറപ്പാക്കുക എന്നുള്ള വാശിയൊക്കെ ഇവർക്കാണ് വരാൻ ചാൻസ് കൂടുതൽ. സോ ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളിലാണ് ഇത്തരത്തിലുള്ള മാനസിക വ്യതിയാനങ്ങൾ കണ്ടുവരുന്നതും. സത്യത്തിൽ ഈ പറയുന്ന പ്രണയപ്പക എന്ന് പറയുന്നത് എന്താണ്? മുറിവേറ്റ ഒരു മനുഷ്യന്റെ ഈഗോയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സാധനമാണ്. അതിൽ പ്രണയമില്ല, പക മാത്രമാണുള്ളത്. അവനവനെ ജയിക്കുക, അവനവനെ സംതൃപ്തി കണ്ടെത്തുക എന്ന് പറയുന്ന സംഭവം മാത്രമേ അതിനകത്ത് കിടപ്പുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയിൽ ഇത്തരം പ്രണയപ്പകകൾ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം കൈവിട്ട തലമുറയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫെബിൻ ജോർജിന്റെ ഈ ഒരു അവസ്ഥ എത്ര പേർക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. ഈ പ്രണയപ്പക മൂത്തവന്മാര് ഭ്രാന്ത് കയറിയിട്ട് എത്ര പേരെ വെട്ടിക്കൊല്ലും, കുത്തിക്കൊല്ലും എന്ന് പറയാൻ പറ്റില്ല. എത്ര പെൺകുട്ടികളുടെ ലൈഫ് സ്പോയിലാക്കെന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യത്തിൽ നമുക്ക് കൃത്യതയില്ല. ഇത് ഇനിയും കൂടാനുള്ള സാധ്യത കൂടുന്നതിനനുസരിച്ച് നമുക്കും പേടിക്കാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അവരുടെ ഉള്ളിൽ എന്തൊക്കെയാണോ ഫീൽ ചെയ്യുന്നത് അത് മറ്റൊരാളുടെ മുമ്പിൽ തുറന്നു പറയാനും അവർക്ക് അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കിട്ടാനുമുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത് വരേക്കും കുറയാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം, തേജസ് രാജിനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ഉള്ളിൽ ആ ഒരു പക വരുന്നു, അവൻ ഇവളെ കൊല്ലണം എന്നുള്ളൊരു താല്പര്യം വരുന്നു, ത്വര വരുന്നു. ആ ഒരു സാഹചര്യത്തില് തേജസിന് സ്വയം തിരിച്ചറിയാനോ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കൗൺസിലറോട് സംസാരിക്കാനോ സ്വയം തിരുത്താനോ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു കൊലപാതകം നടക്കില്ല. അപ്പൊ കുട്ടികൾക്ക് ചെറിയ പ്രായം തൊട്ടേ വീട്ടുകാർ മുൻകൈ എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തിട്ടാണെങ്കിലും അവർക്ക് കുറച്ചു നേരം തുറന്ന് സംസാരിക്കാനുള്ള, അവർക്ക് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കിട്ടാനുള്ള ഒരു കൗൺസിലിംഗ് സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെയുള്ള എത്രയോ കേസുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. ഈ കോഴിയെ കൊല്ലുന്നത് പോലെ വളരെ ലാഘവത്തോടെയാണ് ദിവസം ദിവസം മനുഷ്യന്മാരുടെ കഴുത്തറുത്ത് കൊല്ലുന്നത്. അപ്പൊ അങ്ങനെ ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഇതുപോലെയുള്ള കൗൺസിലിംഗ് ഒക്കെ കൊണ്ടുവരുന്നത്. മിനിമം കുട്ടികളെ നല്ല രീതിക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റൂ. ഈ വഴി തെറ്റിയ സമൂഹം പ്രണയപ്പക മൂലം ഇതുപോലെ ആളുകളെ വെട്ടുന്നു, കുത്തുന്നു, കൊല്ലുന്നു എന്ന് പറയുമ്പോൾ ഒട്ടും സുഖകരമായിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ ഈ പറഞ്ഞ ഫെബിൻ ജോർജിന്റെ അമ്മയുടെ ആ ഒരു അവസ്ഥയില്ലേ, ഇതുപോലെയാണ് ഓരോ വീട്ടിലെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെ അവസ്ഥ. കുട്ടികളെ വീടിന് പുറത്തേക്ക് വിടാൻ പേടിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് പ്രണയിക്കുന്നത് പോലും പേടിക്കേണ്ട അവസ്ഥയായി മാറിയിട്ടുണ്ട്. അപ്പൊ സ്വന്തം മക്കൾ കൺമുമ്പിൽ കിടന്നിട്ട് ചുമ്മാ മരിക്കുന്നത് കാണേണ്ടി വരിക, ഈ പറഞ്ഞ പോലെ ചോര ഒഴുകി മരിക്കുന്നത് കാണേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് ഒട്ടും സുഖകരമായിട്ടുള്ള കാര്യമല്ല. ആ ഫെബിൻ ജോർജിന്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തൊക്കെ അവസ്ഥയിലൂടെ ആയിരിക്കും അവരിനി കടന്നു പോവുക. സ്വന്തം മകന്റെ മരണം കൺമുമ്പിൽ കാണേണ്ടി വന്നു. അപ്പം അതും പ്രത്യേകിച്ച് പറയത്തക്ക വലിയ കാരണങ്ങളൊന്നുമില്ല. ഒരു സൈക്കോ, ഒരു പ്രണയത്തിന്റെ പേരിൽ, സ്നേഹിച്ചതിന്റെ പേരിൽ ഒരു സൈക്കോ തകർത്താണ് ഈ ഒരു പയ്യന്റെ ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യനെ ജയിക്കണം എന്നുള്ള ഒരു വാശിയുടെ പുറത്ത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ കൗൺസിലിംഗ് കൊടുക്കാൻ ഏറ്റവും നല്ല കാര്യം. ഇപ്പോഴുള്ള തലമുറ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇനി വരുന്ന തലമുറ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ലോകത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എത്രമാത്രം കഷ്ടം പിടിച്ച ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു കാലം വരുന്നതിനേക്കാൾ നല്ലത് പ്രതിവിധി ഉണ്ടാക്കുന്നതാണ്. പ്രണയം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു സംഭവത്തെ ഒരു പ്രണയ പക കൊലപാതകം രക്തച്ചൊരിച്ചിലാക്കി മാറ്റുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തി പ്രണയം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇനി തിരിച്ചു വരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അത് വിട്ട് കളയുക. നമ്മളൊക്കെ മാക്സിമം ട്രൈ ചെയ്യും, ഏത് പ്രണയമാണെങ്കിലും അത് നഷ്ടപ്പെടാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. പക്ഷെ ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവും ആ വ്യക്തിക്ക് നമ്മളെ വേണ്ട, നമുക്ക് അവിടെ സ്പേസ് ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പൂർണ്ണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോരുക. അയാളെ കൊല്ലുക എന്നുള്ള ഉദ്ദേശം അവിടെ വെക്കാതിരിക്കുക. അയാൾ ജീവിക്കട്ടെ, നമ്മളും ജീവിക്കട്ടെ, അത്രേ ഉള്ളൂ. കട്ട് ഓഫ് ചെയ്യുക ബന്ധത്തെ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അല്ലാണ്ട് കൊല്ലല്ല അതിനുള്ളൊരു പരിഹാര മാർഗം എന്ന് പറയുന്നത്. ആ ഒരു മാനസികാവസ്ഥ ഭീകരമായിട്ടുള്ള മാനസികാവസ്ഥയാണ്. ഇത്തരം വാർത്തകൾ ഇനി കേൾക്കാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ.